6 ഓവറിൽ കളി ജയിപ്പിക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? പറ്റും. ചിലർക്ക് ക്രിക്കറ്റിൽ അതിനും സാധിക്കും. ക്രിസ് ഗെയിലിനും രോഹിത് ശർമ്മയെ പോലുള്ള ഹിറ്റ്മാൻമാർക്കിടയിലേക്ക് ഈ ഒരു പേരോടിന് എഴുതി ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ ഒരു പേരോട് ആഡ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ സഞ്ജു സാംസൺ. ഇത് പറയുന്നത് ഞാനല്ല, സാക്ഷാൽ ഗൗതം ഗംഭീറാണ്. ഇന്ത്യൻ താരങ്ങളെല്ലാം അണിനിരന്നിട്ടുള്ള ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും മനോഹരമായ വേദിയിൽ അവാർഡ്ദാന ചടങ്ങിൽ സഞ്ജു സാംസണെ കുറിച്ച് ഗൗതം ഗംഭീർ പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് തന്നെയാണ്. 6 ഓവറിൽ കളി ഇന്ത്യയുടെ കൈകളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന, 6 ഓവറിൽ ഇന്ത്യയെ കളി ജയിപ്പിക്കാൻ കഴിയുന്ന പവർ ഹിറ്ററാണ് സഞ്ജു സാംസൺ എന്നുള്ളത്. ഇത് ഗൗതം ഗംഭീർ വെറുതെ പറയുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. വേൾഡ് കപ്പുകളിൽ മാത്രമല്ല, സഞ്ജു എന്നൊക്കെ മികച്ച തുടക്കം ഇന്ത്യൻ ടീമിന് നൽകിയിട്ടുണ്ടോ അന്നെല്ലാം ഇന്ത്യൻ ടീമിന്റെ സ്കോർ എത്തി നിൽക്കുന്നത് വേറെ ലെവലാണ്. എന്തായാലും സഞ്ജു ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച 5 ഇന്നിംഗ്സുകളും ആ 5 ഇന്നിംഗ്സുകളിൽ ഇന്ത്യൻ സ്കോർ എവിടെ ചെന്ന് എത്തി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. 2024 ബംഗ്ലാദേശിനെതിരെ സഞ്ജു കരിയറിൽ ആദ്യത്തെ T20 സെഞ്ചുറി നേടിയ ദിവസം ഇന്ത്യയുടെ സ്കോർ 297 റൺസാണ്. അതേ വർഷം തൊട്ടടുത്ത മാസം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ സെഞ്ചുറി നേടിയ സമയത്ത് ടീമിന്റെ സ്കോർ 202 എത്തി. അതേ പരമ്പരയിൽ തന്നെ തൊട്ടടുത്ത മത്സരം വീണ്ടും സഞ്ജു സെഞ്ചുറി നേടി. അന്നത്തെ ദിവസവും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയുടെ സ്കോർ 283 റൺസ്. ഇനി വേൾഡ് കപ്പിലെ 3 പ്രധാന ഇന്നിംഗ്സുകളിലേക്ക് നോക്കിയാലും വേറെ ലെവൽ പ്രകടനങ്ങൾ തന്നെയാണ്. വെസ്റ്റ് ഇൻഡീസിനെതിരെ 196 റൺസ് ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സമ്മർദ്ദങ്ങളും ഇല്ലാതെ നേടിയിട്ടുള്ള 97 റൺസ്. ഒരു സൈഡിൽ വിക്കറ്റുകൾ പോകുമ്പോഴും ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ച ഇന്നിംഗ്സ്. ഇനി വേൾഡ് കപ്പിലെ തന്നെ സെമിയിലേക്ക് ഫൈനലിലേക്ക് വരാം. സഞ്ജുവിന്റെ 289 2 തകർപ്പൻ തുടക്കങ്ങൾ ഇന്ത്യൻ ടീമിനെ എത്തിച്ചത് 250 മുകളിലുള്ള സ്കോറിലാണ്. മറ്റാരും കളിച്ചില്ലെന്നോ മറ്റാളുകൾക്ക് ആർക്കും ഇതിൽ പങ്കില്ലെന്നോ ഒന്നും അല്ല പറയുന്നത്. പക്ഷേ സഞ്ജു ഗംഭീര തുടക്കം പവർ പ്ലേയിൽ നൽകി കഴിഞ്ഞാൽ, സഞ്ജു കോൺഫിഡന്റ് ആയിട്ട് പവർ പ്ലേയിൽ നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിന്റെ സ്കോർ വേറെ ലെവൽ പോകുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഇത് സഞ്ജുവിന്റെ ഹയസ്റ്റ് സ്കോറുകളുടെ കണക്കുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സഞ്ജു പവർ പ്ലേയിൽ അഗ്രസീവായിട്ട് കളിച്ച എല്ലാ മത്സരങ്ങളിലും ഇന്ത്യൻ ടീം 200 മുകളിൽ പോയിട്ടുണ്ടെന്നുള്ളത് വാസ്തവം തന്നെയാണ്. പവർ പ്ലേയിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ ആത്മവിശ്വാസത്തിന്റെ പേരായി മാറുന്നു T20യിൽ സഞ്ജു സാംസൺ. ആശാൻ ഒന്ന് ഓണായാലും പറക്കും. അതാണ് സഞ്ജു സാംസൺ. എന്തായാലും ഒരുപാട് ഇന്നിംഗ്സുകൾ സഞ്ജുവിന്റെ ഫേവറേറ്റ് ലിസ്റ്റിലുണ്ടാവും. പക്ഷേ ഇന്ത്യക്ക് വേണ്ടി സഞ്ജു കളിച്ച നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ഇന്നിംഗ്സ് അതേതാണ്? എൻ്റേത് വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ആ ഒരു ചേസിംഗ് ആണ്, ഗംഭീര 97. നിങ്ങളുടേത് ഏതാണെന്ന് കമന്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ.